നമസ്കാരം. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ വിശ്വാസ്യതയ്ക്ക് വീണ്ടും മങ്ങലേൽപ്പിച്ച് പുതിയ വിവാദം. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷൻ തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിലാണ് PSCക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. വിവരണാത്മക രീതിയിലുള്ള പരീക്ഷയിൽ ചില ഉദ്യോഗാർത്ഥികൾ എഴുതിയ 10ഓളം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ പൂർണ്ണമായും ഉപേക്ഷിച്ചതായാണ് പുതിയ വെളിപ്പെടുത്തൽ. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പരിഗണിക്കുന്നുണ്ട്. അതിവേഗ അന്വേഷണമാണ് ലക്ഷ്യം. പിഴവ് കണ്ടെത്തിയാൽ PSCയിൽ അഴിച്ചുപണിയും വരും. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ നിശ്ചിത ഫീസ് അടച്ച് തങ്ങളുടെ ഉത്തരക്കടലാസിന്റെ പകർപ്പ് കൈപ്പറ്റിയപ്പോഴാണ് PSCയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ സമാനതകളില്ലാത്ത ക്രമക്കേടും കെടുകാര്യസ്ഥതയും പുറംലോകം അറിയുന്നത്. ആസൂത്രണ ബോർഡിലെ ഉയർന്ന പദവിയിലേക്കുള്ള പരീക്ഷയിൽ ഇത്തരമൊരു വീഴ്ച സംഭവിച്ചത് അർഹരായ ഉദ്യോഗാർത്ഥികളുടെ ഭാവി തന്നെ അവതാളത്തിലാക്കിയിരിക്കുകയാണ്. മൂല്യനിർണ്ണയത്തിൽ വന്ന ഈ അപാകത ഉദ്യോഗാർത്ഥികളുടെ റാങ്കിങ്ങിനെ എങ്ങനെ അട്ടിമറിച്ചു എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അടുത്ത കാലത്ത് സാക്ഷ്യം വഹിച്ചതിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ പരീക്ഷ അട്ടിമറിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ശമ്പള സ്കെയിലുള്ള 3 സുപ്രധാന തസ്തികകളിലേക്ക് നടത്തിയ പൊതു പ്രാഥമിക പരീക്ഷയിൽ 10ഓളം ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം ചെയ്യാതെ പൂർണ്ണമായും ഒഴിവാക്കിയാണ് PSC ഫലം പ്രസിദ്ധീകരിച്ചത്. 10 ചോദ്യങ്ങൾക്ക് കൂടി മാർക്കിട്ടിരുന്നെങ്കിൽ നിലവിലെ റാങ്ക് പട്ടികകൾ തന്നെ മാറി മറിയുമായിരുന്നു എന്നതിനാലാണ് PSC ഈ വലിയ പിഴവ് തിരുത്താൻ തയ്യാറാകാതെ ഒളിച്ചുകളി നടത്തിയത്. ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരക്കടലാസ് പോലും നൽകാതെ രഹസ്യമായി വെച്ച അഴിമതി ഒടുവിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള കടുത്ത അപ്പീൽ നടപടികൾക്കൊടുവിലാണ് പുറത്തുവന്നത്. 1.25 ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളമുള്ള സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം ചീഫ്, പെർസ്പെക്റ്റീവ്സ് പ്ലാനിംഗ് ഡിവിഷൻ ചീഫ്, പ്ലാനിംഗ് കോർഡിനേഷൻ ഡിവിഷൻ ചീഫ് എന്നീ 3 ഉയർന്ന തസ്തികകളിലേക്കാണ് 2023 ജൂലൈ 13 പൊതു പ്രാഥമിക പരീക്ഷ നടന്നത്. ആകെ 228 പേരാണ് പരീക്ഷ എഴുതിയത്. തുടർന്ന് 2025 മെയ് 31 PSC അതിന്റെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. എന്നാൽ ഈ പട്ടികയിലെ അപാകതകൾ പരിശോധിക്കാതെ തൊട്ടടുത്ത മാസം തന്നെ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ചീഫ് തസ്തികയിലെ ഏക ഒഴിവിലേക്ക് 1ാം റാങ്കുകാരനായ അരുൺ ജെ പ്രതാപിനെ തിടുക്കത്തിൽ നിയമിച്ചു. ഇദ്ദേഹം ഇടതുപക്ഷ സർവീസ് സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്നു എന്നത് അട്ടിമറിയുടെ ആഴം കൂട്ടുന്നു. CPM നോമിനിയായി നിയമിക്കപ്പെട്ട PSC ചെയർമാൻ ഡോക്ടർ MR ബൈജുവും 2 അംഗങ്ങളുമാണ് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്കായി അഭിമുഖം നടത്തിയത്. ഈ അഭിമുഖ സമയത്ത് തന്നെ മൂല്യനിർണ്ണയത്തിലെ ഗുരുതരമായ പിഴവ് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിലും ഭരണതലത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് അക്കാര്യം രഹസ്യമാക്കി വെക്കുകയായിരുന്നു എന്നാണ് സൂചന. ഇത് 2ാമത്തെ തസ്തികയായ പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഡിവിഷൻ ചീഫ് റാങ്ക് പട്ടികയിലെ 1ാം റാങ്കുകാരന് നിലവിൽ അഡ്വൈസ് മെമ്മോ അയച്ചിട്ടുണ്ട്. എന്നാൽ 3ാമത്തെ പട്ടികയായ പ്ലാനിംഗ് കോർഡിനേഷൻ ഡിവിഷൻ ചീഫ് തസ്തികയിൽ ഇതുവരെ തുടർ നടപടികളൊന്നും സ്വീകരിച്ചില്ല. തനിക്ക് ലഭിച്ച മാർക്കിൽ കടുത്ത സംശയം തോന്നിയ 3ാം റാങ്കുകാരനായ K ശ്യാംകൃഷ്ണൻ ഉത്തരക്കടലാസിന്റെ പകർപ്പിനായി PSCയെ സമീപിച്ചതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ഡിജിറ്റൽ മൂല്യനിർണ്ണയ രീതിയായ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിൽ 9 മുതൽ 18 വരെയുള്ള തുടർച്ചയായ 10 ചോദ്യങ്ങൾ മാർക്കിടാതെ പൂർണ്ണമായും ഒഴിവാക്കിയതായി അദ്ദേഹം കണ്ടെത്തി. തുടർന്ന് ശ്യാംകൃഷ്ണൻ PSCക്ക് ഔദ്യോഗികമായി പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ PSC നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പരീക്ഷ എഴുതിയ 228 ഉദ്യോഗാർത്ഥികളുടെയും ഉത്തരക്കടലാസുകളിൽ ഈ 10 ചോദ്യങ്ങൾ നോക്കിയിട്ടില്ലേ എന്ന് ബോധ്യപ്പെട്ടു. എന്നാൽ ഈ കൂട്ടത്തോൽവിക്ക് കാരണമായ പിഴവ് സമ്മതിക്കാനോ റാങ്ക് പട്ടിക തിരുത്താനോ PSC തയ്യാറായില്ല. 3 റാങ്ക് പട്ടികകളും അന്തിമമായിട്ടില്ലെന്ന ബാലിശമായ കാരണം പറഞ്ഞ് കഴിഞ്ഞ 3 വർഷമായി ഈ പരീക്ഷയിലെ മാർക്ക് കൃത്യമായി പ്രസിദ്ധീകരിക്കാതെ PSC ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുകയാണ്.